നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 24-ാം തീയതി 1200-ാം ആണ്ട് മിഥുന മാസം 10-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം ശുഭനക്ഷത്രമാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. നമുക്ക് ഓരോ ദിവസത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നക്ഷത്രത്തെക്കാൾ. ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ ശത്രുഗ്രഹമാണ് ചൊവ്വ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടാവുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പൊതുവേ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ദേഷ്യം കൂടും, നമുക്ക് തന്നെ ടെൻഷൻ കൂടും, പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാവും. ടെൻഷനും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ കാലയളവ്. അപ്പോൾ നമ്മളിന്ന് ടെൻഷൻ കൂടുക എന്ന് പറഞ്ഞാൽ ജോലി ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാവട്ടെ, ബിസിനസ് ചെയ്യുന്നവരാവട്ടെ, ബിസിനസ്സുകാർക്ക് ടെൻഷൻ കൂടിയാൽ നമ്മൾ കീഴ് ജീവനക്കാരോടിയോ ഒക്കെ ഷൗട്ട് ചെയ്യും, അവർ നമ്മളെ ശത്രുവാകും. അതുപോലെ കീഴുദ്യോഗസ്ഥർക്ക് ടെൻഷൻ കൂടിയാൽ അവർ മേലുദ്യോഗസ്ഥർ വല്ലതും പറയുമ്പോൾ പ്രതികരിക്കും, അതോടെ ശത്രുത ഉണ്ടാവും. അതുകൊണ്ട് വളരെ സൈലൻ്റായിട്ട് പോകണം ഈ ദിവസം. അതുപോലെ വണ്ടി ഓടിക്കുന്നിടത്തും ഒക്കെ ശ്രദ്ധിക്കണം. ചെറിയ ആക്സിഡൻ്റ് ഉണ്ടാവുക, അതുമായിട്ട് കേസ് വഴക്കുകൾ വരിക, ഇതൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം. ഇതിനേക്കാൾ ഏറ്റവും ഇതൊക്കെ ഒരു ദിവസത്തെ കാര്യം, നമുക്ക് ഇന്നത്തെ ദിവസം സൂക്ഷിക്കാം. പക്ഷേ മിഥുന മാസത്തിലെ രോഹിണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധയോടുകൂടി പോകണം. കാരണം വാർഷിക ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ വളരെ സൂക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ ഈ ഒരു വർഷത്തിനകത്ത് ആക്സിഡൻ്റ് ഉണ്ടാവുക, അതുപോലെ കേസ് വഴക്കുകളിൽ കുടുങ്ങുക, പ്രത്യേകിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ട് കേസ് വഴക്കുകൾ ഉണ്ടാവുക, അതുപോലെ സർജറിക്ക് വിധേയമാവുക, ഇങ്ങനെ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുക, ഇവയൊക്കെ ഉണ്ടാകാനിടയുള്ളത് കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കുന്നതിനൊപ്പം തന്നെ മുരുകക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ നടത്തണം. അതുപോലെ തന്നെ ഒരു ശ്രീമുരുക യന്ത്രം ദേഹരക്ഷയായിട്ട് കെട്ടണം. ഒരു ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കുള്ള പ്രൊട്ടക്ഷനായി. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലം നോക്കി വേണം യാത്ര തിരിക്കാൻ. ശരിക്ക് 3 മണി മുതൽ 4 മണി വരെ രാവുകാലം ഒന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3 മണിക്കല്ല രാവുകാല സമയം. 3 മണി 36 മിനിറ്റ് തൊട്ട് 5 മണി 10 മിനിറ്റ് വരെ രാവുകാല സമയവും. ഗുളികനും യമകണ്ഠനും അതുപോലെയാണ്. അപ്പോൾ ഗുളികകാല സമയം 12:27 തൊട്ട് 2 മണി 1 മിനിറ്റ് വരെയും, യമകണ്ഠ കാല സമയം 9:18 തൊട്ട് 10:53 വരെയും. ഈ 2 സമയവും ഒരു കാര്യത്തിനും എടുക്കരുത്. അതുപോലെ തന്നെ നമുക്കിന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ. കാരണം ഇന്ന് ഡോക്യുമെൻ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെടും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. 12 മണി 3 മിനിറ്റ് തൊട്ട് 12 മണി 51 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. ഈ സമയം നമുക്കതിന് വേണ്ടി വിനിയോഗിക്കാം. ഇന്നും രാവിലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശരിക്ക് റെഡ് കളറോ റെഡ് മിക്സ് ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഇല്ലെങ്കിൽ ഒരു ചുവന്ന കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. ഇത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.